നിതിൻ രാജിൻ്റെ മരണത്തെ സംബന്ധിച്ച് കൂടുതൽ കൂടുതൽ വാർത്തകൾ വളരെ ദുരൂഹമായ രീതിയിൽ പുറത്തേക്ക് വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ ആ കുട്ടിയെ ഒരുപാട് വർണ്ണവെറിക്ക് വിധേയനാക്കി എന്നുള്ളത് സത്യമാണ്. അവൻ്റെ നിറം കറുത്തതാണ്. അവൻ ചെയ്തതല്ല കുറ്റം, അവൻ്റെ കുറ്റമല്ല നിറം കറുത്തത്. അവൻ പട്ടികജാതിയിൽ ജനിച്ചുപോയി, അതും അവൻ്റെ കുറ്റമല്ല. അവൻ അങ്ങനെ ജനിച്ചു പോയതാണ്. അവൻ മനുഷ്യനാണ് എന്ന് മനസ്സിലാക്കാൻ അവൻ്റെ അധ്യാപകരായിട്ടുള്ള കുറച്ച് ആളുകൾക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ആ കോളേജ് എന്ന് പറയുന്നതുണ്ടല്ലോ, അതിൻ്റെ അംഗീകാരം ഉടനടി റദ്ദാക്കേണ്ടതാണ്. ഈ കോളേജിൻ്റെ അംഗീകാരം ക്യാൻസൽ ചെയ്യേണ്ടതാണ്. കാരണം അത് വിദ്യാർത്ഥികളെ പഠിപ്പിക്കാനല്ല ഉള്ള സ്ഥാപനമല്ല, വിദ്യാർത്ഥികളെ പീഡിപ്പിക്കാനുള്ള സ്ഥാപനമായിട്ടാണ് മനസ്സിലാവുന്നത്. ഇങ്ങനെ ഈ പീഡിപ്പിക്കുന്ന അധ്യാപകർക്കെതിരെ ഉണ്ടല്ലോ, ആരും ഒന്നും പറയുന്നില്ല. കാരണം എന്താണെന്നറിയോ, ഇൻറ്റേർണൽ അസസ്മെൻറ്റ് മാർക്ക് എന്ന് പറയുന്ന ഒരു ഇടപാടുണ്ട്. യുവന്മാർ ഇത് തോൽപ്പിച്ച് കളയും. അതുകൊണ്ട് അതിലെ ഈ റാമെന്ന് പറഞ്ഞ ഒരുത്തനുണ്ടല്ലോ, അവനെ അധ്യാപകനെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. അവൻ ചെയ്തുകൊണ്ടിരുന്ന പണി എന്ന് പറയുന്നത് എന്താണെന്നറിയോ, ഓരോ കുട്ടിയുടെ ബോഡി ഷെയ്മിങ്ങാണ് നടത്തിക്കൊണ്ടിരുന്നത്. തടിയൻ, തടിച്ചി, കറുത്തവൾ, ഇതൊക്കെയാണ്. എന്തായാലും ശരി, ആ രീതിയിലാണ് ഓരോരുത്തരെ വിശേഷിപ്പിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവൻ പറയുന്നത് എന്തോന്നറിയോ, അതുപോലെ തന്നെ പട്ടികജാതി, ഈ രീതിയിൽ അവൻ ഓരോരുത്തരെ വിളിക്കും. ആ ജാതി പേര് പറഞ്ഞ് വിളിക്കും. എന്നിട്ട് പറയുന്നത് ആ കുട്ടികളുടെ പേരവൻ അറിഞ്ഞൂടാ, അതുകൊണ്ട് ആ കുട്ടികളെ മനസ്സിലാക്കാൻ വേണ്ടി അവൻ ഇടുന്ന പേരാണെന്ന്. അവൻ്റെ തന്തയെ അവൻ വിളിച്ചുകൊണ്ടിരുന്ന പേരെന്തുമായിരിക്കും എന്ന് അവൻ ആലോചിച്ച് നോക്കട്ടെ. ഈ രീതിയിലായിരിക്കുമോ? അവൻ്റെ അമ്മയെ വിളിച്ചുകൊണ്ടിരുന്നത് ഇങ്ങനെ ആയിരിക്കുമോ? അവൻ്റെ മക്കളുണ്ടെങ്കിൽ അവരെ വിളിക്കുന്ന ഈ രീതിയിലാണോ അവൻ? ഇതിൽ ചിന്തിക്കേണ്ടത്. പക്ഷേ അങ്ങനെയല്ല നടന്നത്. ഈ കുട്ടി അതുപോലെ പീഡിപ്പിച്ചു എന്നുള്ളതാണ്. പീഡന വീരന്മാരിരിക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് ആ സ്റ്റാഫ് റൂമിനെ ഇവൻ കണക്കാക്കിയത്. അവൻ്റെ കൈവെട്ടിക്കളയുമെന്ന്. അതുവരെ ഭീഷണി. എന്തു ചെയ്യാൻ പറ്റും? ഒന്നും പറയാനൊരു മാർഗവുമില്ല. അവൻ ആരോടും പരാതിപ്പെടാൻ ഒക്കുന്നില്ല. അവസാനം ഒരു മാർഗം കണ്ടുപിടിച്ചു ഇവന്മാർ രക്ഷപ്പെടാൻ. എന്തോന്നറിയോ, ഇവനെ അല്പം പൈസ എടുത്തെന്നുള്ളത് ഏതാണ്ട് ഓൺലൈൻ ഈ പലിശക്കാരുടെ കയ്യിൽ നിന്ന് പണം എടുത്തുന്നു. അവൻ്റെ അമ്മയുടെ ചികിത്സയ്ക്കാണ്, ഒരു സർജറിക്ക് വേണ്ടി എടുത്ത കാശാണ്. അത് അവൻ്റെ വീട്ടിലറിഞ്ഞുകൊണ്ട് എടുത്തതാണ്. അവനത് മറച്ചു വെക്കേണ്ട കാര്യവും ഒളിച്ചു വെക്കേണ്ട കാര്യമൊന്നും ഇല്ല. അവരുടെ ഭാഗത്തുനിന്ന് ഭീഷണി ഉണ്ടായി കാണും. പിന്നെ ഇവനെ അവൻ്റെ അമ്മയുടെ പേര് ലത എന്നുള്ള ഒരു പേര് കൊടുത്തത് യഥാർത്ഥത്തിൽ അവിടെ ടീച്ചറുടെ നമ്പർ കൊടുത്തെന്നാണ് പറയപ്പെടുന്നത്. ആ ടീച്ചറെ ഇവർ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്ന്, അതായത് ഈ ഓൺലൈൻ പണമിടപാടുകാരി ഭീഷണിപ്പെടുത്തിയെന്നും ആ സ്ത്രീ പോയി അത് റിപ്പോർട്ട് ചെയ്തെന്നും, അങ്ങനെ പ്രിൻസിപ്പൽ ഇവൻ മരിക്കുന്ന ദിവസം, ഇവൻ്റെ ഈ മരണ ദിവസം പ്രിൻസിപ്പൽ അവനെ വിളിച്ചു എന്നും പറയപ്പെടുന്നു. അവൻ പ്രിൻസിപ്പലിൻ്റെ മുറി പോയി ഇറങ്ങി വരുന്നതിൻ്റെ CCTV ദൃശ്യങ്ങൾ അവൈലബിൾ ആണ്. ഈ പ്രിൻസിപ്പൽ എന്ന് പറയുന്ന മഹാനുണ്ടല്ലോ, അവൻ ഇതിനെക്കുറിച്ച് ഒന്നും അറിയാമെന്ന് പറയുന്നവനല്ലേ. അവൻ പറയണം എന്തിനു വിളിപ്പിച്ചു, എന്താ കാര്യമെന്ന്. ഇവനെ വരട്ടിയിട്ടുണ്ട്, അതാണ് കാര്യം. അവസാനം ഇവന് നിൽക്കക്കളി ഇല്ലാതെ നാനാഭാഗത്തു നിന്നും, ഒന്നാമത് ഈ പലിശക്കാരുടെ വരട്ടെ, അത് വലിയ കാര്യമുള്ളതല്ല. പക്ഷേ ഇതേപോലെ ആക്ഷേപം, അവനെ എഴുന്നേൽപ്പിച്ച് നിർത്തുക, അവനെ വിഡ്ഢിയെന്ന് വിളിക്കുക, അവൻ്റെ അച്ഛൻ്റെ തൊഴിലിനെക്കുറിച്ച് പറയുക, അവൻ്റെ അമ്മയെക്കുറിച്ച് പറയുക. അവനവസാനം മാറുന്നില്ല, അവനെ വിഡ്ഢിയെന്ന് വിളിക്കും. ഇതൊക്കെയാണ്. ഈ രീതിയിൽ അവനെ അങ്ങ് ആക്ഷേപിച്ചു എന്ന് പറഞ്ഞാൽ ഉപദ്രവിച്ചു. ഈ കോളേജിൽ നിന്ന് ഇവനെയൊക്കെ പിരിച്ചുവിടുക മാത്രമല്ല, നിർബന്ധമായിട്ടും ഈ കോളേജിനെതിരെ ഒരുപാട് അലിഗേഷൻസ് നേരത്തെ വന്നിട്ടുണ്ട്. ഒരു സ്ഥലത്തെ സംബന്ധിച്ചും ഒക്കെ ഉള്ള കേസ് അവരുടെ മേരി നേരത്തെ ഉണ്ടായിരുന്നതാണ്. ഈ കോളേജിൻ്റെ അംഗീകാരം റദ്ദാക്കണം. അവിടെ പിള്ളേർ പഠിക്കണ്ട. അവിടെ പഠിക്കുന്ന കുട്ടികളെ മറ്റ് സ്ഥാപനങ്ങളിലേക്ക് അവരെ മറ്റ് സ്ഥാപനങ്ങളിലേക്ക് അഡ്മിറ്റ് ചെയ്യിപ്പിച്ചിട്ട് ഈ സ്ഥാപനം പൂട്ടിക്കണം. ഇവനൊന്നും കോളേജ് നടത്തണ്ട. ഈ കോളേജ് മാനേജ്മെൻറ്റ് എന്ത് വൃത്തികേടാ കാണിച്ചെന്നറിയോ അടുത്തത്? കാരണം ഇവനെ, ഈ കുഞ്ഞിൻ്റെ മരണം നടന്നു, അവൻ്റെ വീട്ടിൽ കൊണ്ടുപോയി. അവൻ്റെ വീട്ടിൽ ആരും സന്ദർശിക്കാൻ, കുട്ടികളാരും അവൻ്റെ ഈ ശവസംസ്കാരത്തിന് സന്ദർശിക്കാനൊന്നും ആരും വന്നില്ല. ആ കോളേജിൽ നിന്ന് ആരും വന്നില്ല. മാനേജ്മെൻറ്റ് പ്രതികളാരും വന്നിട്ടില്ല. ഒരൊറ്റ കുട്ടികളും വന്നില്ല, ഭയന്നാണ്. ആ കുട്ടികളെ വരട്ടി നിർത്തിയേക്കാണ്. പോന്നവനെ എല്ലാം ശരിയാക്കും, അതുകൊണ്ട് ഒരുത്തനും പോകാൻ പാടില്ല എന്നുള്ള രീതിയാണ് എടുത്തേക്കുന്നത്. അവിടെ
അവിടുത്തെ എല്ലാ ബാച്ചിലുള്ള വിദ്യാർത്ഥികൾക്കും ഈ പറയുന്ന റാം എന്ന് പറയുന്നവനെ കുറിച്ചും ഒക്കെ പരാതിയാണുള്ളത്. ഇവനെ അത്ര വൃത്തികെട്ടവനാണ്, വലിയ കുഴപ്പക്കാരനുമാണ്. ഇവനെ അവിടെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇപ്പം സസ്പെൻഡ് ചെയ്തു. സസ്പെൻഷനിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. അവനെ പറഞ്ഞു വിടണം, പിരിച്ചു വിടണം. അവന് 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 ഒരു ബ്ലാക്ക് മാർക്ക് അവൻ്റെ ജീവിതത്തിൽ വീഴണം. അതാ വേണ്ടത്. അതേപോലെ തന്നെ ഈ കോളേജിൻ്റെ അംഗീകാരം. കാരണം ഈ കുഞ്ഞുങ്ങൾ ആർക്കും ഒരൊറ്റ കുട്ടികൾക്കും അവിടെ പോയി ഈ ഇവൻ്റെ ശവസംസ്കാരത്തിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. കാരണം ഭയന്നാണ്. പോയി കഴിഞ്ഞാൽ അവരെ ശരിപ്പെടുത്തും. ആരും അവരെ വീട്ടിലോട്ട് വിളിക്കുന്നില്ല, കോണ്ടാക്ട് ചെയ്യുന്നില്ല, ഒന്നുമില്ല. ഇവൻ്റെ മരണവിവരം പോലും ഈ മാനേജ്മെൻ്റ് ആ വീട്ടിൽ അറിയിച്ചിട്ടില്ല, കോളേജ് അധികൃതരെ അറിയിച്ചിട്ടില്ല. വേറെ ഒരു സ്ത്രീയാണ് ഇത് വിളിച്ചു പറയുന്നത്. ഒരുപാട് ദുരൂഹതകളുണ്ട് ഇത്. ഈ കുട്ടിയുടെ സഹോദരി പറയുന്നത് പോലെ ചിലപ്പോൾ നമുക്കറിയാൻ ഒക്കത്തില്ല, ഇവരെ തള്ളിയിട്ട് കൊന്നതാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം അത്ര വൃത്തികെട്ടവന്മാരാണ് അവന്മാർ. ഇതാണ് കോളേജ് നടത്തുന്നവന്മാർ. ഇതിൽ നല്ലത് ഇറച്ചിക്കട നടത്തുകയല്ലേ അവന്മാർ ചെയ്യേണ്ടത്. ഇറച്ചിക്കട നടത്തുന്നവർക്ക് ഇതിന് എത്രയോ മാന്യതയും മര്യാദയുണ്ട്. അതുപോലും ഇല്ലാതാണ് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ നടത്തുന്നത്. ഇത് പൂട്ടിക്കണം, അതാണ് ചെയ്യേണ്ടത്. ഈ കോളേജ് വേണ്ട, ഇങ്ങനൊരു കോളേജ് വേണ്ട. അവനൊക്കെ പണം ഉണ്ടാക്കാൻ ഇതുപോലൊരു സൗകര്യം ചെയ്തു കൊടുക്കരുത്. ഏത് വിധത്തിലായാലും ശരി, ഇത് അടപ്പിക്കണം, അതാണ് ചെയ്യേണ്ടത്. ഇവനൊന്നും കോളേജ് എന്ന് പറയുന്ന ഒരെണ്ണം നടത്തണ്ട. അതിനും പകരമൊക്കെ അവനൊക്കെ വേറെ ഏതെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്ത് അവന്മാർ കഴിഞ്ഞോട്ടെ, കുഴപ്പമില്ല. പക്ഷേ ഉണ്ടല്ലോ ഇതുപോലെ ഈ കുഞ്ഞുങ്ങളെ കൊല്ലുന്ന സ്ഥാപനങ്ങൾ, എത്ര കുഞ്ഞുങ്ങളാണ് ഇതുപോലുള്ള പ്രൈവറ്റ് കോളേജുകളിൽ നിന്ന് എത്ര കുഞ്ഞുങ്ങളാണ് മരിക്കുന്നത് നമുക്കറിയാം. എത്രയോ കുഞ്ഞുങ്ങളാണ് ആത്മഹത്യ ചെയ്തിട്ടുള്ളത്, വേറെ ഒരു നിവൃത്തിയില്ലാതെ. ഏതാണ്ട് 30ഓളം പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട കുട്ടികൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. കാരണം നിവൃത്തിയില്ല. അവർ ഇതുപോലെ പലപ്പോഴും ആക്ഷേപമാണ്, അവർക്ക് പുറത്തു പറയാൻ പറ്റുന്നില്ല. അവരങ്ങനെ ജനിച്ചു പോയത് അവരുടെ കുറ്റമാണോ? അവർ ഇന്ത്യൻ പൗരന്മാരല്ലേ? ഇവരെല്ലാം ഇന്ത്യയുടെ മക്കളല്ലേ, നമ്മുടെയൊക്കെ സഹോദരങ്ങളല്ലേ? ഈ കാഴ്ചപ്പാടില്ലാതിരിക്കുന്നത് എന്താണ്? ഇവനെയൊക്കെ അധ്യാപകനെന്ന് പറയാൻ പറ്റുമോ? അവർക്ക് ആ വർഗത്തിന് വലിയ ആക്ഷേപമാണ് യവന്മാരെന്ന് പറയുന്നവർ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടത്, ഇവനൊക്കെ വേറെ വല്ല സ്ഥാപനവും നടത്തട്ടെ, സ്വർണ്ണപ്പണയം എടുത്ത് കഴിഞ്ഞോട്ടെ, അല്ലെങ്കിൽ പണം പലിശയ്ക്ക് കൊടുത്ത് കഴുത്തറപ്പുണ്ടല്ലോ അത് നടത്തിക്കോട്ടെ. അല്ലാതെ ഈ വിദ്യാഭ്യാസ സ്ഥാപനം ഈ രീതി നടത്തണ്ട. ഇതൊന്നും വിദ്യാഭ്യാസ സ്ഥാപനമല്ല. ഇത് സർക്കാർ അടിയന്തരമായിട്ട് ഇടപെട്ട് ഇത് പൂട്ടിക്കണം, അതാണ് ചെയ്യേണ്ടത്.